പ്രിയപ്പെട്ട അഖിൽ മാരാരെ, എനിക്ക് താങ്കളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങളെപ്പോൾ സംസാരിച്ചാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് പുറത്തു വരുമ്പോൾ അത് വേറെ കാര്യങ്ങളായിട്ട് മാറിപ്പോകുന്നു. നിങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു വിവാദം സൃഷ്ടിച്ച പ്രസ്താവന ഇറക്കി. അത് ധാരാളം ആൾക്കാർ ഷെയർ ചെയ്തു. പിന്നീട് നിങ്ങൾ അതിനൊരു മറുപടി തന്നു. കാരണം നിങ്ങൾ പറഞ്ഞത് പ്രസവം ഈസി ആണെന്നുള്ളത് പറഞ്ഞുവെങ്കിൽ അതിൻ്റെ അർത്ഥം അതെങ്ങനെ നാട്ടുകാർ മനസ്സിലാക്കിയെടുക്കും? നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥം അതായത് പണ്ട് കാലത്ത് വളരെ ആൾക്കാർ ഈസി ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നു എന്ന് വെച്ച് പ്രസവം ഈസി അല്ല. ഈസി ആയിട്ടൊന്ന് ഇദ്ദേഹം ഉദ്ദേശിച്ചത് പണ്ട് കാലത്ത് ആൾ കൂട്ടുകുടുംബമായിരുന്നു. അന്ന് ഈ ഗർഭിണി അവർക്കുള്ള വേദനയിലും വീട്ടുകാരോടൊപ്പം ചേർന്ന് നിന്ന് കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു. അവർ അത് മാത്രമല്ല, ഈ ചെറിയ ചെറിയ വേദനകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അവർ അത് വേറെ കാര്യങ്ങളും പണികളും ചെയ്തിട്ട് അവർക്ക് വരുന്ന രോഗങ്ങളൊക്കെ പണിയിലൂടെ അവർക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇന്നത്തെ കുട്ടികൾ കുറച്ചുകൂടി സ്നേഹം കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ചെറിയ വേദന പോലും അവർക്ക് സഹിക്കാൻ പറ്റില്ല. വേറൊരു കാര്യം, പണ്ട് കാലത്ത് ഗർഭിണികൾ പ്രസവത്തിൽ മരിക്കുന്നതിൻ്റെ എണ്ണം കൂടുതലായിരുന്നു. ഇന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി മൂലം ആ എണ്ണം കുറവാണ്, കുട്ടികളുടെ മരണം കുറവാണ്. അതുമാത്രമല്ല, ഇന്ന് ചില സമയം ഗർഭിണികൾ ആ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവർക്ക് പ്രസവം നടക്കില്ല. അന്ന് കാലത്ത് അവർ പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കുകയും കുട്ടിയെ വലിച്ചെടുക്കുകയും ചെയ്യുന്നത് മൂലം പല കുട്ടികളും മന്ദബുദ്ധിയായിട്ട് പോയിട്ടുണ്ട്, മറ്റു പല വികലാംഗ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അതൊക്കെ പ്രസവത്തിൽ വന്ന ചില വീഴ്ചകളാണ്. ഇന്നത് സംഭവിക്കുന്നില്ല. അതിന് പകരം ഇന്ന് അത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറവാണ്. അവർ ഒരു ഗർഭിണി പ്രസവിക്കുന്നില്ല എന്നറിഞ്ഞ ഉടൻ അവർ സിസേറിയൻ ചെയ്തെടുക്കും. മറ്റൊരു കാര്യം, അഖിൽ മാരാർ പറയുന്നത് പോലെ ഇതൊരു ബിസിനസ്സായിട്ട് കാണുന്നവരും ഉണ്ട്. അത് എത്രയാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ നമ്മുടെ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും, കാര്യങ്ങൾ നടത്തുന്നു വരുന്നു. ഈ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ സത്യമുണ്ട്, അത് ശരി തന്നെയാണ്. ഒരു ബിസിനസ് പോലെ നടത്തുന്ന ഹോസ്പിറ്റലുകളും ഉണ്ട്, പക്ഷേ പറഞ്ഞത് തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ അഖിൽ മാരാർ എന്ത് സംസാരിച്ചാലും സ്വയമായിട്ടൊന്നും ചിന്തിക്കാതെ കുട്ടികളെ പോലെ സംസാരിക്കുന്നു. പലപ്പോഴും ഭാര്യയായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ അവളെ പരിഹസിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് വളരെ മോശമായിട്ട് വളരെ താഴ്ന്ന രീതിയിൽ അവളെ അടിച്ചു താഴ്ത്തുന്നു. പക്ഷേ അഖിൽ മാരാരുടെ ഭാര്യ വളരെ സൂപ്പറായ ഒരു ലേഡിയാണ്. എല്ലാം ഗ്രഹിക്കുന്നവളാണ്, സ്നേഹമുള്ളവളാണ്. അവളെല്ലാം ഗ്രഹിച്ച് ആ ഓരോ കാര്യങ്ങൾക്കും തക്കതായ മറുപടി പറയുന്നുണ്ട്.